യേശു വരാറായി, വാനമേഘങ്ങളിൽ വരാറായി. എൻ്റെ യേശു വരാറായി, വാനമേഘങ്ങളിൽ വരാറായി. മറ്റുള്ളവരെ പോലെ ദുഃഖിക്കയില്ല, മരണാനന്തര ജീവിതമെന്തെന്ന് ഞാൻ അറിയുന്നു. മറ്റുള്ളവരെ പോലെ ദുഃഖിക്കയില്ല, മരണാനന്തര ജീവിതമെന്തെന്ന് ഞാൻ അറിയുന്നു. കർത്താവിൻ പ്രത്യക്ഷതയിൽ ഉയർത്തെഴുന്നേൽക്കും, കർത്താവിൻ പ്രത്യക്ഷതയിൽ ഉയർത്തെഴുന്നേൽക്കും. ഉയർത്തെഴുന്നേൽക്കും, ഞാൻ ഉയർത്തെഴുന്നേൽക്കും. കാഹളധ്വനിയെങ്കിൽ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഉയർത്തെഴുന്നേൽക്കും, ഞാൻ ഉയർത്തെഴുന്നേൽക്കും. കാഹളധ്വനിയെങ്കിൽ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. എൻ്റെ യേശു വരാറായി, വാനമേഘങ്ങളിൽ വരാറായി. എൻ്റെ യേശു വരാറായി, വാനമേഘങ്ങളിൽ വരാറായി. കർത്താവൂതൻ ഗംഭീര നാദത്തോടെ, പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടെ. കർത്താവൂതൻ ഗംഭീര നാദത്തോടെ, പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടെ. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. നാമോ രൂപാന്തരപ്പെടുമല്ലോ, നാമോ രൂപാന്തരപ്പെടുമല്ലോ. എൻ്റെ യേശു വരാറായി, വാനമേഘങ്ങളിൽ വരാറായി. TV പ്രേക്ഷക സംഗമം തിരുവല്ലയിൽ സെപ്റ്റംബർ 24 ചൊവ്വാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം MDM ജൂബിലി ഹാൾ, തിരുമൂലപുരം. TV പ്രേക്ഷക സംഗമം തൃശൂരിൽ സെപ്റ്റംബർ 25 ബുധനാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം കമ്മ്യൂണിറ്റി ഹാൾ, നെഹ്റു നഗർ, കുരിച്ചിറ, തൃശൂർ. TV പ്രേക്ഷക സംഗമം എറണാകുളത്ത് സെപ്റ്റംബർ 26 വ്യാഴാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം. കർത്താവിൻ്റെ വന്യനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഓരോ ദിവസവും നമുക്ക് തരുന്ന നല്ല ദൈവത്തിനായി നമുക്ക് നന്ദി പറയാം. ഇന്നത്തെ ദൈവജനവുമായി നിങ്ങളുടെ മുൻപിലെത്തുവാൻ കർത്താവ് എന്നെ സഹായിച്ചതോർത്ത് സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുന്നു. സർവശക്തനായ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്ന അറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തി പറയും, എൻ്റെ ഉള്ളിൽ കർത്താവ് വസിക്കുന്നു എന്ന്. എന്നാൽ ഇത് പറയുന്ന ഒരു വ്യക്തിയോട് ചോദിക്കട്ടെ, അങ്ങനെ ഒരു ലൈഫ് നമ്മൾക്കുണ്ടോ? കർത്താവ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്നൊരു ലൈഫ് എനിക്കുണ്ടോ? ആ ലൈഫിലാണ് ഞാൻ ആയിരിക്കേണ്ടത്. അങ്ങനെ ഒരു ലൈഫിൽ ഞാൻ ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവിൻ്റെ ഉള്ളിൽ വന്നത് തന്നെ. പക്ഷെ പലപ്പോഴും നമ്മളത് മറന്നു പോകുന്നു. എന്നാൽ ഇന്നത്തെ മെസ്സേജ് നിങ്ങൾ കേൾക്കുമ്പോൾ അങ്ങനെ ഒരു ജീവിതം നിങ്ങൾക്കുണ്ടാകട്ടെ. കർത്താവിൻ്റെ ഉള്ളിൽ വസിക്കുന്നു, അതുകൊണ്ട് ഞാനൊരു സാധാരണ ജീവിതം നടത്താൻ പാടില്ല. ദൈവത്തിൽ നിന്ന് ചിലത് കേട്ടിട്ടാണ് ഞാൻ മുൻപോട്ട് പോകേണ്ടത്. അങ്ങനെ ഒരു ജീവിതം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഈ മെസ്സേജ് നിങ്ങൾക്ക് അതിന് സഹായമാകട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. ഈ വർഷം ഏറ്റവും എന്നെ സ്വാധീനിച്ച ഒരു പ്രധാന ചിന്തകളിലൊന്ന് ക്രിസ്തു എൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്ന ബോധ്യം തന്നെയാണ്. എനിക്ക് തോന്നുന്നു, ഞാൻ ഈ ക്രിസ്തീയ വിശ്വാസത്തിൽ വന്നിട്ട് കുറച്ച് ആത്മീയമായി വളർന്നപ്പോൾ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കാനും കേൾക്കാനും ശ്രദ്ധിക്കാനും പഠിക്കാനും ഞാൻ ശ്രമിച്ചു എന്ന് പറയുന്ന പ്രധാന ചിന്തകളിലൊന്ന് ഇൻ ക്രൈസ്റ്റ് ട്രൂത്തുകളായിരുന്നു. അല്ലെങ്കിൽ ക്രിസ്തുവിൽ ഞാൻ ആരാ, ക്രിസ്തു എൻ്റെ ഉള്ളിൽ വന്നു. എന്നാൽ എന്നെ അങ്ങ് വല്ലാതെ സ്വാധീനിച്ചൊരു ചിന്തയായിരുന്നു കഴിഞ്ഞ മാസങ്ങളിൽ ഞാൻ പറഞ്ഞത്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞിട്ട്. എല്ലാവർക്കും അറിയാം, ഞാൻ യേശുവിൽ വന്നപ്പോൾ യേശു എൻ്റെ ഉള്ളിൽ വന്ന് വാസം ചെയ്തു. നമുക്ക് എത്ര പേർക്ക് അറിയാത്ത കാര്യം അത്? എല്ലാവർക്കും അറിയാം. എവരിവൺ നോസ് ദാറ്റ് ക്രൈസ്റ്റ് ലിവ്സ് ഇൻ മീ.
പക്ഷെ എനിക്ക് തോന്നുന്നത് അത് നമുക്ക് ഒരു പലപ്പോഴും അതൊരു മതപരമായ അറിവ് മാത്രമായി പോയോ എന്ന് എനിക്ക് തോന്നാറുണ്ട്. അതെന്താ കാരണം? ക്രൈസ്റ്റ് ലീവ്സ് ഇൻ മീ എന്ന് ഞാൻ പറയുമ്പോഴും എൻ്റെ ലൈഫിനകത്ത് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. മതപരമായി എനിക്ക് ഉണ്ടാകാവുന്ന, അല്ലെങ്കിൽ ഈ ബന്ധക്കോസ് സഭകളിലേക്ക്, ഇൻഡിപെൻഡൻറ്റ് സഭകളിലേക്ക്, അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ സഭകളിലേക്ക് വന്നപ്പോൾ ക്രിസ്തീയ വിശ്വാസികളിൽ നിന്ന് വന്ന ആളുകളുണ്ട്, മറ്റു മതസ്ഥരിൽ നിന്ന് വന്ന ആളുകളുണ്ട്. അവർക്ക് മനസ്സിലായത് യേശുവിലേക്ക് വന്നപ്പോൾ യേശു എൻ്റെ ഉള്ളിൽ വന്ന് വസിച്ചു. അത് മതപരമായ ഒരു അണ്ടർസ്റ്റാൻഡിങ് മാത്രമായിട്ടാണ്, അറിവ് മാത്രമായിട്ടാണ് പലപ്പോഴും നമ്മുടെ അകത്തുള്ളത്. എന്നാൽ അത് ഒരു ഇൻഫോർമേഷൻ അല്ല, ഇറ്റ് ഈസ് എ ട്രൂത്ത്. അതൊരു അറിവ് മാത്രമല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. യേശു എൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളത് എത്ര ആളുകൾക്ക് യാഥാർത്ഥ്യമായി മനസ്സിലാകാൻ തുടങ്ങുന്നുവോ അയാളുടെ ലൈഫിൽ ഒരു വലിയ കാര്യം ഉണ്ടാവും. സർവശക്തനായ ഒരുവൻ എൻ്റെ ഉള്ളിൽ വസിച്ചിട്ട് ഞാൻ എങ്ങനെയാണ് ഒരു സാധാരണ ജീവിതം നയിക്കുന്നത്? ഞാൻ വിശ്വസിക്കുന്നത് സർവശക്തനായ ഒരുവൻ എൻ്റെ ഉള്ളിലുണ്ട്. അല്ല, അഖിലാണ്ടത്തിൻ്റെ ഉടയവനായവൻ എൻ്റെ ഉള്ളിൽ വസിക്കെ ഞാൻ എങ്ങനെയാ ഒരു നോർമൽ ലൈഫ് നടത്തുന്നത്? എനിക്കൊരു സാധാരണ ജീവിതം നയിക്കാൻ പറ്റത്തില്ല. കാരണം ദൈവം സർവശക്തനായവൻ എൻ്റെ ഉള്ളിൽ വസിക്കുന്നുവെങ്കിൽ ഞാനൊരു അസാധാരണമായ ജീവിതമാണ് നടത്തേണ്ടത്. കരങ്ങളെ അടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചുകൊണ്ട് പറ, എൻ്റെ ഉള്ളിൽ യേശു വസിക്കുന്നുവെങ്കിൽ എനിക്കൊരു സാധാരണ ജീവിതം നയിക്കാൻ പറ്റത്തില്ല. അതാണ് യാഥാർത്ഥ്യം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞിട്ട് എൻ്റെ കൂടെ ഒന്ന് കരമുയർത്തിയിട്ട് എഴുന്നേറ്റ് ഒന്ന് പറയാവോ? എൻ്റെ ഉള്ളിൽ യേശു വസിക്കുന്നുവെങ്കിൽ എനിക്കും ഒരിക്കലും ഒരു നോർമൽ ലൈഫ് കഴിയത്തില്ല, ഒരു സാധാരണ ജീവിതം സാധ്യമല്ല. കാരണം സർവശക്തനായവൻ്റെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ട് ഞാൻ ജീവിക്കേണ്ടത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടാണ്, സൂപ്പർ നാച്ചുറൽ ആയിട്ടാണ്, പ്രകൃത്യാതീതമായിട്ടാണ്. ഇത് എങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുമെന്ന് എനിക്കറിയത്തില്ല. കാരണം ഞാൻ പറയുന്നത് സർവശക്തനായ ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്നാണ്. പക്ഷെ ഞാൻ ജീവിക്കുന്നത് സാധാരണ പോലെയാണ്, വളരെ വളരെ ദയനീയമായിട്ടാണ്. അതിനെ മതം സമ്മതിച്ചു വെച്ചിരിക്കുകയാണ്. നിങ്ങൾ പറയുന്നത് അങ്ങനെ ജീവിക്കുന്നതാണ് ശരിയെന്നാണ്. പക്ഷെ ഞാൻ പറയുന്നതും പ്രസംഗിക്കുന്നതും സർവശക്തനായ ദൈവൻ, അവനെ പോലെ വേറൊരു ദേവനില്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന ഞാൻ പറയുന്നത് എനിക്കൊരു സാധാരണ ജീവിതമാണ് അവൻ വസിച്ചാലും ഉണ്ടാകുക എന്ന് പറയുമ്പോൾ സംതിങ് റോങ്. എവിടെ ഒരു പ്രശ്നമുണ്ട്. ഒന്നെങ്കിൽ ആ അറിവ് തെറ്റാണ്. ആ അറിവ് തെറ്റല്ല എങ്കിൽ നിങ്ങൾ അത് മനസ്സിലാക്കിയ വിധം തെറ്റാണ്. അല്ല, നിങ്ങൾ മനസ്സിലാക്കിയ വിധം തെറ്റല്ല എങ്കിൽ അടുത്തൊരു കാര്യം കൂടെ പറയട്ടെ, ഇതുവരെയും നിങ്ങൾക്ക് എന്തോ ഇനിയും അടുത്തൊരു കാര്യം കൂടെ ആ മേഖലയിൽ എനിക്ക് മനസ്സിലാകാനുണ്ട്. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറയാം. എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞാട്ടെ, ഞാനൊരു സാധാരണ ജീവിതം നയിക്കാൻ വിളിക്കപ്പെട്ടയാളല്ല. ഒന്ന് പറയാം, I refuse to be a normal life. ഒന്ന് പറ, I refuse to be a normal life. Come on, വായി തുറന്ന്. ഇത് നിങ്ങൾക്ക് അങ്ങനെ തന്നെ മനസ്സിലായോ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ അങ്ങനെ തന്നെ മനസ്സിലാക്കിയാൽ അതൊരു വലിയ കാര്യമാണ്. ഞാനിന്ന് എഫേസ്യ ലേഖനങ്ങൾ പഠിക്കുകയായിരുന്നു. അത് ഇന്നത്തെ എൻ്റെ പ്രസംഗ വിഷയമല്ല. എഫേസ്യ ലേഖനം 2 അധ്യായം വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഒരിക്കൽ നടന്നിരുന്നത് വാചകം ഒന്ന് വായിക്കാം. ഞാൻ എഫേസ്യ ലേഖനം 2 അധ്യായം എഫേഷ്യൻസ് 2 ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിൻ്റെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെ അനുസരിച്ച് നടന്നു എന്ന് പറഞ്ഞ ഈ ലോകത്തിൽ ജീവിക്കുന്ന ആളുകൾ, അതിന് അടുത്ത വാചകം കൂടെ വായിക്കാം. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു, ജഡത്തിനും മനോവികാരത്തിനും ഇഷ്ടമുള്ളത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കളായിരുന്നു എന്ന് പറഞ്ഞാൽ പൗലോസ് 2 ആളുകളെ തിരിക്കുക. എന്നെ കൂടെ ഒന്ന് പറയാം, പൗലോസ് എന്ത് ചെയ്യുക? 2 ആളുകളെ തിരിക്കുക. എന്താണ്? ഒന്ന് ആകാശത്തിൻ്റെ ശക്തികളെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവിനും വിധേയപ്പെട്ട് നടക്കുന്ന ഒരു കൂട്ടർ. ഒന്ന് പറഞ്ഞേ, ആകാശത്തിൻ്റെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവിനും വിധേയപ്പെട്ട ഒരു കൂട്ടർ. ഒരിക്കൽ ഞാൻ എന്തിലായിരുന്നു? അതിലായിരുന്നു.
ഇപ്പോൾ ഞാൻ എന്തിലല്ല, ആ ആകാശത്തിന്റെ അധികാരത്തിനും അനുസരണക്കേണ്ട മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവിനും കീഴിലല്ല. ആ ആത്മാവിൽ കീഴ്പ്പെട്ടിരുന്നപ്പോ എൻ്റെ ജഡത്തിന്റെ മോഹത്തിനും എൻ്റെ മനോവികാരത്തിനും ഞാൻ നടന്നിരുന്നു. ഇപ്പോൾ ഞാൻ എന്തല്ല, അതിലല്ല. പിന്നെ എവിടെയാണ്? ഞാനിപ്പോ എവിടെയാ? പരിശുദ്ധാത്മാവിന്റെ കീഴിലാണ്. പരിശുദ്ധാത്മാ ദൈവത്തിന്റെ ആത്മാവിന്റെ നീണ്ടതല്ല. പക്ഷേ ചോദ്യം, ഞാനിരുന്ന് ചിന്തിക്കുവോ സോളി, ഞാൻ പരിശുദ്ധാത്മാവിന്റെ കീഴിലാണെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടത്തിനും പരിശുദ്ധാത്മാവിന്റെ താല്പര്യത്തിനും അനുസൃതമായിട്ടാണ് ഞാൻ ജീവിക്കേണ്ടത്. പക്ഷേ ഞാൻ പരിശുദ്ധാത്മാവിന്റെ കീഴിലാന്ന് പറയുകയും എൻ്റെ മനോ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ ഞാൻ പറയുന്നത് കള്ളമാണെന്നായി. രണ്ടു കൂട്ടരേ ഈ ഭൂമിയിലുള്ളൂ, ഇടയിൽ ഒരു ന്യൂട്രൽ ഇല്ല. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന ഒരു ന്യൂട്രൽ ഉണ്ടെന്നാ. പക്ഷെ വേദപുസ്തകം എനിക്ക് മനസ്സിലാക്കി തന്നത് രണ്ട് കൂട്ടരുകൾ. ഒന്നെങ്കിൽ ആകാശത്തിന്റെ അധികാരത്തിനും അനുസരണക്കേണ്ട മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവിനും വിധേയപ്പെട്ട് ഞാൻ ജീവിക്കണം, അല്ല എങ്കിൽ ദൈവത്തിനും ദൈവത്തിന്റെ ആത്മാവിനും വിധേയപ്പെട്ട് ഞാൻ ജീവിക്കണം. ഇതിന്റെ ഇടയിൽ നമുക്ക് കഴിയത്തില്ല. കുറച്ച് ദൈവത്തിനും കുറച്ച് പറ്റത്തില്ല. നിങ്ങളൊന്ന് സ്വയം ഒന്ന് നിങ്ങളുടെ സ്ഥാനം ഒന്ന് പരിശോധിച്ച് നോക്കാവോ? ഈ കുറച്ച് കർത്താവിനെ അറിഞ്ഞ ആളുകളെ ഒന്ന് ഗൗരവത്തോടെ കേൾക്കണേ. കുറച്ച് കർത്താവിനെ അറിഞ്ഞ ആളുകൾ അവര് കുറച്ചൊക്കെ കർത്താവിനെ കേൾക്കാൻ ആഗ്രഹിക്കുകയും കുറച്ച് അഡ്ജസ്റ്റ്മെന്റിൽ പോവുകയും ചെയ്യുന്നവരാ. അവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് ചിലത് എന്തൊക്കെയൊക്കെ ചെയ്യും. അവർ വിചാരിക്കുന്ന അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് അവർ ജീവിക്കുന്നതെന്ന്. മണ്ടന്മാരാണ്. അവരങ്ങനെ നടത്തുന്നതുകൊണ്ടാണ് അവർ രക്ഷപ്പെട്ടു പോകുന്നതെന്ന്, അവരുടെ കാര്യങ്ങൾ നടക്കുന്നതെന്ന്. കാരണം അവർ വിചാരിക്കുന്ന അവരുടെ കഴിവോ പ്രവർത്തനമോ കൊണ്ടോ കഴിഞ്ഞില്ല എങ്കിൽ അവർക്ക് ജീവിക്കാൻ കഴിയത്തില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. അവരെ സത്യത്തിൽ ആകാശത്തിൻ്റെ അധികാരത്തിനും അനുസരണക്കേണ്ട മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവിനും കീഴ്പ്പെട്ടാ ജീവിക്കുന്നത്. നീ ജീവിക്കേണ്ടത് ദൈവത്തിനും ദൈവത്തിൻ്റെ ആത്മാവിനും കീഴ്പ്പെട്ടാ ജീവിക്കേണ്ടത്. അപ്പോഴാണ് അവനെ നടത്തുന്ന നടത്തിൽ അറിയാൻ പറ്റുന്നത്. കുറച്ച് സ്പീഡ് കൂടി പോയോന്ന് എനിക്കറിയത്തില്ല. ജസ്റ്റിനെ മനസ്സിലാക്കാൻ പ്രയാസമുണ്ടോ? സോളി മനസ്സിലാക്കാവോ? മനസ്സിലാക്കാം. ഞാൻ പറഞ്ഞൊന്ന് മനസ്സിലായോ? ജസ്റ്റ് ഒന്ന് പറയാമോ ഞാൻ പറഞ്ഞത്? രണ്ട് കൂട്ടരാണ്. ഒന്ന് അനുസരണക്കേടിന്റെ മക്കളായിട്ട് നടക്കുക. ഒരിക്കൽ നമ്മൾ അങ്ങനെയായിരുന്നു. പക്ഷെ നമ്മളിപ്പോ അവിടുന്ന് രക്ഷപ്പെട്ടു എന്നാ പറയുന്നത്. പക്ഷെ നമ്മൾ ഏതിന് വിധേയപ്പെട്ടല്ല നടക്കുന്നത്? പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടല്ല. ന്യൂട്രൽ നടക്കാമെന്ന് നമ്മൾ ചിന്തിക്കും. ന്യൂട്രൽ നടക്കാവത്തില്ലടാ. ഇറ്റ്സ് ഇംപോസിബിൾ. ന്യൂട്രൽ എന്ന് പറഞ്ഞ പരിപാടിയില്ല. നമ്മൾ വിചാരിക്കുന്ന ന്യൂട്രൽ ഉണ്ടെന്ന് രക്ഷിക്കപ്പെട്ടാൽ മതി. ചില ആളുകളെ എൻ്റെ അടുക്ക് വരും, സ്നാനപ്പെടണം കേട്ടോ എന്ന് പറയും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളെ സ്നാനപ്പെടുത്തിയ ആൾ കഴിഞ്ഞ ആഴ്ച ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു, ബ്രദറെ എനിക്കിന്നൊരു പ്രോഗ്രാം ഉണ്ടെന്ന്. ഞാൻ ചോദിച്ചു അതെന്താ? ബ്രദറെ ഇന്ന് എനിക്കൊരു അവധിയുള്ള ദിവസം. ഞാൻ ചോദിച്ചു പിന്നെ കഴിഞ്ഞ ദിവസം സ്നാനപ്പെട്ടതോ? സ്നാനപ്പെട്ട് ബ്രദറെ നിത്യതയിൽ പോകണ്ടേ? പക്ഷെ ഇപ്പോൾ സ്നാനപ്പെട്ടെങ്കിൽ നിത്യതയിൽ പോകും. പക്ഷെ പിന്നീട് സ്നാനപ്പെട്ടതിന് ശേഷം എന്ത് ചെയ്താലും കുഴപ്പമില്ല. നമ്മൾ അങ്ങനെയാ. സ്നാനത്തിന് എന്തോ വലിയ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. സ്നാനത്തെക്കാൾ ഇമ്പോർട്ടൻസ് ഉള്ളത് സ്നാനത്തിന് ശേഷമുള്ള ലൈഫിനാണ്. നിങ്ങൾ ആരും അതിന് കൈയടിച്ചില്ല, ഒരു നല്ല ആമേൻ പറഞ്ഞില്ല. സ്നാനത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ടോ? യെസ് ഉണ്ട്. പക്ഷെ സ്നാനപ്പെട്ടതിന് ശേഷമുള്ള ലൈഫിനാണ് ഇമ്പോർട്ടൻ്റ്. എന്ന് പറഞ്ഞാൽ ആ സ്നാനപ്പെട്ട നിമിഷം മുതൽ നീ ലോകത്തിന്റെ അധികാരത്തിൽ നിന്നും ആകാശത്തിന്റെ അധികാരത്തിൽ നിന്നും അനുസരണക്കേണ്ട മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവിൽ നിന്നും വേർപെട്ടിട്ട് ദൈവത്തിനും ദൈവത്തിന്റെ ആത്മാവിലേക്കും ഞാൻ എൻ്റർ ചെയ്യുകയും അന്ന് മുതൽ ദൈവത്തിനാൽ നയിക്കപ്പെടുകയും ചെയ്യേണ്ടതിന് ഞാൻ ഏൽപ്പിക്കപ്പെട്ടതാണ് സ്നാനം എന്ന് പറയുന്നത്. അല്ലേ? പക്ഷെ നമ്മളെവിടെയാ നടക്കുന്നത്? നമ്മൾ ന്യൂട്രല്ല. ജസ്റ്റിനെ കുറച്ച് അവിടെയും കുറച്ച് ഇവിടെയും. പരിശുദ്ധാത്മാവിനെ കേട്ട് നടക്കുന്നവരാണോ നമ്മൾ? നമ്മൾ പറയും അങ്ങനെയല്ല, ഞാൻ ദൈവത്തെ കേൾക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ദൈവത്തെ കേൾക്കാൻ. പക്ഷെ നമ്മൾ കേൾക്കുന്നില്ല. പിന്നെ എന്ത് കേൾക്കുന്നതാ? ഞാൻ പറയാം, നിങ്ങൾ കേൾക്കുന്നത് എൻ്റെ മനോവികാരങ്ങൾ പറയുന്ന അനുസരിച്ചാണ് ഞാൻ കേൾക്കുന്നത്. എങ്കിൽ നീ മനോവികാരത്തിനനുസരിച്ച് നടക്കുന്നെങ്കിൽ വേറെ ആത്മാവിന്റെ കീഴിലാണ് നീ. അത് സമ്മതിക്കാൻ നമ്മൾ തയ്യാറുമല്ല. ഇതൊരു വലിയ കാര്യം. അപ്പൊ നമ്മുടെ ഉള്ളിൽ യേശു വസിക്കുന്നു എന്നതും യേശുവിന്റെ ആത്മാവിനാൽ ഞാൻ നിയന്ത്രിക്കപ്പെടുക എന്നതും യാഥാർത്ഥ്യം. പുസ്തകത്തിലെ എഴുത്തല്ല, പുസ്തകത്തിലെ അറിവല്ല. അത് ശരിക്കും ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ യാഥാർത്ഥ്യമാണ്. ആ വ്യക്തി മാത്രമേ ദൈവത്തിന്റെ മകനാകത്തുള്ളൂ. നിങ്ങൾ പിശാചിന്റെ പിടിയുടെ നിയന്ത്രണത്തിൽ നിന്ന് മാറിയാൽ വേറൊരു നിയന്ത്രണത്തിലേക്ക് വരണം. അതിന്റെ ഇടയിൽ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നു. ഒന്നെങ്കിൽ പിശാചിന്റെ പക്ഷം, അല്ലെങ്കിൽ ദൈവത്തിന്റെ പക്ഷം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരു വാക്യം വായിക്കാം. കൊളോസ്യ ലേഖനങ്ങൾ 1:26 വാക്യം. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും നടന്നു കടന്ന മർമ്മമെങ്കിലും
ഇപ്പോൾ അവൻ്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ആ വാക്യം വായിച്ചോ? നിങ്ങൾ ആ വാക്യത്തിന് അണ്ടർലൈൻ ചെയ്യണേ ഒന്ന്, കാരണം അതിലേക്ക് ഒന്നും കൂടെ ഞാൻ തിരിച്ചു വരും. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിൻ്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. അപ്പൊ ഒന്ന് പറഞ്ഞേ, ക്രിസ്തു ആരുടെ ഉള്ളിൽ വസിക്കുവോ? പക്ഷെ എന്തുകൊണ്ട് ക്രിസ്തു എന്നിൽ വസിച്ചിട്ട് എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല? ഒരു വാക്യം കൂടെ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-21 വാക്യം. ഇത് ഞാൻ സാധിക്കുന്നെങ്കിൽ അടുത്ത ആഴ്ച ഒന്നും കൂടെ വിശദീകരിക്കുവേ. എൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവൻ, പ്രമാണിക്കുന്നവൻ, 2 വാക്കുകൾ, കൽപ്പനകൾ ലഭിച്ചു. എല്ലാവരും പറഞ്ഞേ, കൽപ്പനകൾ ലഭിച്ചു. പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു, ഞാനും അവനെ സ്നേഹിച്ചു, അവന് എന്നെ തന്നെ വെളിപ്പെടുത്തും. അടുത്ത വാക്ക് 23. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. അപ്പോൾ ബൈബിൾ പറയുന്നത് ആരെങ്കിലും അവൻ്റെ വചനം അനുസരിച്ചാൽ, ആരെങ്കിലും അവനെ കേട്ടാൽ, അനുസരിച്ചാൽ, അവൻ്റെ കൂടെ ആര് വന്ന് വാസം ചെയ്യും? അവൻ്റെ കൂടെ പിതാവും പുത്രനുമാകുന്ന ഹോൾ ഹെവൻ വന്ന് വാസം ചെയ്യും. അപ്പോൾ ചിലരെങ്കിലും ആദ്യമായി കേൾക്കുന്നവരാരെങ്കിലും എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു ഷോർട്ട് പീരീഡ് ഞാൻ ഈ ചിന്തയിൽ നിന്നൊന്ന് മാറിയിട്ട് വരാം. എന്ന് പറഞ്ഞാൽ, എങ്ങനെയാണ് ബ്രദറെ യേശു എൻ്റെ അകത്ത് വന്നത്? എനിക്കെങ്ങനെയാണ് യേശുവിനെ എൻ്റെ അകത്ത് കൊണ്ടുവരാൻ കഴിയുന്നത്? എനിക്കെങ്ങനെയാണ് യേശുവും പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ, ആ കുടുംബമായിട്ട് നടക്കാൻ കഴിയുന്നത്? ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നവരോടുള്ള മറുപടി അതായിരുന്നു. കാരണം കുറച്ച് പേരും ഇതിനെക്കുറിച്ച് അറിയുന്നവരാ, യേശുവിനെ അറിയാത്തവരാരെങ്കിലും, ആദ്യമായിട്ട് തന്നെ കേൾക്കുന്നവരാരെങ്കിലും ഉണ്ടോ? ഒരു വാക്യം വായിക്കാം. 1 യോഹന്നാൻ 4:15 വാക്യം. യേശുവിനെ ദൈവപുത്രൻ എന്ന് സ്വീകരിക്കുന്നവനിൽ ദൈവവും അവൻ ദൈവത്തിലും വസിക്കുന്നു. സ്വീകരിക്കുക എന്ന വാക്കിനോട് ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയിരിക്കുന്നതും മലയാളത്തിലെ ചില മറ്റ് ട്രാൻസ്ലേഷനുകൾ എഴുതിയിരിക്കുന്നതും ആരെങ്കിലും യേശുവിനെ ദൈവപുത്രൻ എന്ന് ഏറ്റുപറയുന്നവനെന്നാ. ആരെങ്കിലും യേശുവിനെ ദൈവപുത്രൻ ഏറ്റു പറഞ്ഞാൽ ആ സെക്കൻഡിൽ എന്ത് സംഭവിക്കും? അവനിൽ ദൈവം ഒന്ന് വാസം ചെയ്യാൻ തുടങ്ങും. എല്ലാവരും പറഞ്ഞ, അവനിൽ എന്ത് സംഭവിക്കും? അവനിൽ ദൈവം ഒന്ന് വാസം ചെയ്യാൻ. അടുത്ത വാക്ക്, അവൻ ദൈവത്തിലും ഒന്ന് വാസം ചെയ്യാൻ തുടങ്ങും. ചില ആളുകൾ ചിന്തിച്ചു കാണാം, അതെങ്ങനെ സാധിക്കും? ഞാൻ യേശുവിനെ ദൈവപുത്രനെ ഏറ്റു പറഞ്ഞാൽ ആ നിമിഷം എൻ്റെ ഉള്ളിൽ യേശു ഒന്ന് വാസം ചെയ്യൂ. സൗരങ്ങളെ, ദൈവപുത്രനെന്ന് ഏറ്റു പറയുന്നതിൻ്റെ ഇടയിൽ ഒരു രഹസ്യം കൂടെ ഉണ്ട്. ഒരാൾ ഇന്നു മുതൽ അവനാണ് എൻ്റെ കർത്താവ് അല്ലെങ്കിൽ ദൈവപുത്രൻ എന്ന് ഞാൻ ഏറ്റു പറയണമെങ്കിൽ 2 പ്രോസസ്സ് അയാൾക്ക് നടക്കണം. ഒന്ന് വായിക്കാം നമുക്ക്. ഗലാത്യ ലേഖനം 2:20 വാക്യം. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ഞാൻ ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ. എന്ന് പറഞ്ഞാൽ ആ ആള് തൻ്റെ ജീവിതത്തെ യേശുവിനായി സമർപ്പിക്കണം. ആ ആളിലേക്കാണ് യേശു കടന്നു വരുന്നത്, ദൈവം കടന്നു വരുന്നത്. കുറച്ചും കൂടെ ഒരു വാക്യം കൂടെ വായിച്ചാൽ കുറച്ചും കൂടെ വ്യക്തമാകാം. ഫിലിപ്പി ലേഖനങ്ങളിലേക്ക് വരെ 3 എടുക്കാം, 10 വാക്യം വായിക്കാം. അവനിൽ ഞാൻ ഇരിക്കേണ്ടതിനെ അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട്. അപ്പം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും യേശുവിനെ കർത്താവെന്ന് ഏറ്റു പറയുമ്പോൾ അവിടെ നടക്കുന്നൊരു പ്രോസസ്സുണ്ട്. ഇനി മുതൽ എൻ്റെ കർത്തൃത്വം നടത്തുന്നവനാണ് എന്ന് പറഞ്ഞാൽ, എൻ്റെ ജീവിതം നിയന്ത്രിക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ, ഇനി എൻ്റെ പഴയ വഴിക്ക് ഞാനില്ല, ഇനി മുതൽ ഞാൻ അവൻ്റെ വഴിക്കാണ് എന്ന് പറഞ്ഞാൽ, എൻ്റെ പാപങ്ങളെയും എൻ്റെ പാപ സ്വഭാവത്തെയും ഞാൻ യേശുവിനോട് കൂടെ ക്രൂശിക്കുകയാണ്, യേശുവിനെ വേണ്ടി ഉപേക്ഷിക്കുകയാണ്. ആ വ്യക്തിക്കകത്തേക്കാണ് പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവാകുന്ന ആ സ്വർഗീയ കുടുംബം വരുവാനിടയാകുന്നത്. ആകാശത്തിന്റെ അധികാരത്തിനും അനുസരണക്കേടിൽ വ്യാപരിച്ച ആത്മാവിനും അനുസരിച്ചായിരുന്നു പലപ്പോഴും നമ്മളായിരുന്നു. എന്നാൽ നമ്മൾ ക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തി ദൈവത്തിനും ദൈവാത്മാവിനും അനുസരിച്ച് അല്ലെങ്കിൽ വിധേയപ്പെട്ടായിരിക്കണം തൻ്റെ ജീവിതം. 2 കൂടെ ചേർന്നിട്ട് അല്ലെങ്കിൽ കുറച്ച് അവിടെയും കുറച്ചിവിടെയും അങ്ങനെ ഒരു ലൈഫില്ല. ഒന്നുകിൽ നിങ്ങൾ ദൈവത്തിൽ നിന്ന് കേട്ട് പൂർണ്ണമായി അതിലായിരിക്കണം. അല്ല എങ്കിൽ ശരിക്കും നമ്മൾ വേറെന്തിനോ ശ്രദ്ധിക്കുന്നു, വേറെന്തിൽ നിന്നോ കേട്ടിട്ടാണ് നമ്മുടെ ജീവിതം എന്ന് പറയേണ്ടി വരും. കർത്താവിലായിരിക്കുന്ന, കർത്താവിൽ നിന്ന് കേൾക്കുന്ന, ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിതം ഉണ്ടാകട്ടെ. കർത്താവ് സഹായിക്കട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. ഈ അമ്മയുടെ പേര്
പേര് ബേബി എന്നാണ്. 2022 ഈ അമ്മയ്ക്ക് ഹാർട്ടിന് ചില അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അമ്മ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ഡോക്ടർ അമ്മയുടെ അടുത്ത് MRI സ്കാനിങ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ആ സ്കാനിങ് ചെയ്തപ്പോൾ അതിൻ്റെ റിസൾട്ടിൽ അമ്മയുടെ ഹാർട്ട് ഫുള്ള് അണുബാധയായിരിക്കുവാണെന്ന് പറഞ്ഞു. ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. എന്നാൽ അമ്മ വിശ്വാസത്തോടെ നമ്മുടെ ചർച്ചയിൽ കടന്നു വരികയും ബ്രദറിനെ കണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇപ്പൊ അമ്മ സാക്ഷ്യപ്പെടുത്തുന്നത് അത്ഭുതകരമായൊരു സൗഖ്യം ഇപ്പൊ അമ്മയ്ക്ക് ലഭിച്ചിരിക്കുന്നതാണ് അമ്മ പറയുന്നത്. സന്തോഷമുള്ള കാര്യമാണ്. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. അമ്മയുടെ ഹാർട്ടിന് അണുബാധയുണ്ടോ? എനിക്ക് ആദ്യമായിട്ട് കേൾക്കുക ഇങ്ങനെ കാര്യം. എനിക്ക് ഹാർട്ടിനാണോ ലങ്സിനാണോ? ഹാർട്ടിനാണ് ആദ്യം പറഞ്ഞത്. ഈ ഹാർട്ടിന് സാധാരണ അണുബാധ വരത്തില്ലെന്ന് ഞാൻ കേട്ടിട്ടുള്ളത്, അതുകൊണ്ട് ചോദിച്ചത്. ആദ്യം ECG എടുത്തപ്പോഴും ഹാർട്ടിന് കുഴപ്പമുണ്ട്. അങ്ങനെ മെഡിക്കൽ കോളേജിൽ പോയി സീരിയസ് ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ പോയോണ്ടിരുന്നപ്പോഴും പറഞ്ഞ് എത്രയും പെട്ടെന്ന് ഒരു ചെറിയ ഓപ്പറേഷൻ വേണം, അത് പെട്ടെന്ന് നടത്തണം, കൂടുതലായിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. മാസം തോറും പോകുമായിരുന്നു. ഹാർട്ടിന് പ്രശ്നമായിട്ട് അങ്ങനെ ഞാൻ ബദറിനെ എന്നിട്ട് ഞാൻ വിളിച്ച് പറയണം. ഞാൻ ഫോണിൽ കൂടെ വിളിച്ച് പറഞ്ഞു ബദർ കിട്ടി എനിക്ക് അപ്പോഴേ. അപ്പോൾ ഞാൻ ഇതുപോലെ പറഞ്ഞു നാളെ ആശുപത്രി മെഡിക്കൽ കോളേജിൽ പോവുകയാണ്, ഒരു ചെറിയ ഓപ്പറേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴും എന്നെ ബദർ പറഞ്ഞ് ഓപ്പറേഷൻ ഒന്നും ചെയ്യില്ല, നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പോയി അവിടെ ചെന്നപ്പോഴും അവർ ഓരോ ചെക്കപ്പൊക്കെ ചെയ്തപ്പോഴും പറയണേ ഇനി MR സ്കാൻ എടുക്കണമെന്ന്. MR സ്കാൻ എടുത്തപ്പോഴും പറയണേ ഇനി എൻ്റെ അടുത്ത് പറയണില്ല, എൻ്റെ മോനെ വിളിച്ചാണ് പറയണത് ഒന്നും ചെയ്യാൻ പാടില്ല, ഹാർട്ടിൽ ലിവറിനും കേട് അണുബാധയുണ്ട്, ഇനി ഒന്നും മരുന്നായിട്ട് ഒന്നുമില്ല അമ്മയ്ക്ക് എന്ന് പറഞ്ഞു. ഹാർട്ടിനും കേടുണ്ട്, ലിവറിനും കേടുണ്ട്, അതോടൊപ്പം അണുബാധയുണ്ട്. അതുകൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഹാർട്ടിന് അണുബാധ ഒന്നല്ല, ശരീരത്തിൽ അണുബാധയുണ്ട്, ഹാർട്ടിന് കംപ്ലൈന്റ് ഉണ്ട്, ലിവറിന് കംപ്ലൈന്റ് ഉണ്ട്. ഓക്കെ, ശരി. എന്നിട്ട് അപ്പം ഞാൻ മെഡിക്കൽ കോളേജ് കിടന്നുകൊണ്ട് ബദറിനെ വിളിക്കുന്നു. ഇതേപോലെ ഓപ്പറേഷൻ ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറയാണ് എന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് ചെറിയൊരു ഭയമുണ്ട്, ഇനി മരിക്കേ ഉള്ളൂ എന്നുള്ള ഒരിത്. അങ്ങനെയാണ് ബദറിനെ ഞാൻ വിളിക്കണം. അപ്പോഴും ബദർ പറയണം അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല, നിങ്ങൾ സൗഖ്യത്തോടെ നിങ്ങൾ ഭവനത്ത് പോകുമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഞങ്ങൾ പേര് വെട്ടിച്ചാണ് വന്നത്, വെട്ടിയതല്ല മെഡിക്കൽ കോളേജിന്. ഞാൻ തന്നെ പറഞ്ഞ് മോനെ ഇനി ഇവിടെ കിടക്കണ്ട, നമുക്ക് വീട്ടിൽ പോവാ എന്ന് പറഞ്ഞു. പിന്നീട് വന്ന് ഞാൻ ചികിത്സയൊന്നും ഇല്ലാന്ന് പറഞ്ഞതിനെ തുടർന്നാണ് അമ്മ പേര് വെട്ടിച്ചത്. വീട്ടിലോട്ട് പോയി. വീട്ടിൽ പോന്ന ശേഷം ഞാൻ കുമാരപുരത്ത് പള്ളിയിൽ അവിടെ ഞായറാഴ്ച ദിവസം വന്ന് ഇതെന്നെ കണ്ട് ഇതുപോലെ കാര്യം പറഞ്ഞ് പ്രാർത്ഥിച്ച് 2 വർഷം, ഈ വർഷം 10-ാം മാസം ആകുമ്പോൾ 2 വർഷം പൂർത്തീകരിക്കുകയാണ്. 22-ാം തീയതി കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. ഇതുവരെ എന്റെ ദൈവം ബദറിന്റെ പ്രാർത്ഥന കർത്താവ് ചെയ്ത വലിയ കാര്യത്തിന് നന്ദി പറഞ്ഞ് അമ്മയ്ക്ക് കരുതൽ കൊടുത്ത ദൈവത്തിന് സ്തോത്രം ചെയ്ത് നന്ദി യേശുവേ. സന്തോഷം. മിറക്കിൾ സൺഡേ തിരുവനന്തപുരത്ത് സെപ്റ്റംബർ 15 രാവിലെ 11 മുതൽ. സ്ഥലം AJ ഹാൾ, കുമാരപുരം, തിരുവനന്തപുരം. മിറക്കിൾ സൺഡേ കൊല്ലത്ത് സെപ്റ്റംബർ 22 രാവിലെ 8 മണി മുതൽ. സ്ഥലം സോപാനം ഓഡിറ്റോറിയം. മിറക്കിൾ സൺഡേ അഞ്ചലിലും പാറശാലയിലും സെപ്റ്റംബർ 29 രാവിലെ 8:30 മുതൽ. ജീസസ് വേൾഡ് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ, അഞ്ചൽ. വൈകുന്നേരം 4:30 മുതൽ. ഷീല കല്യാണ മണ്ഡപം, പാറശാല. ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾക്കായി നന്ദി പറയാം. അതിൻ്റെ വിലയെന്ന് പറയുന്നത് നമുക്കുള്ള സർവ്വസമ്പത്തിനേക്കാൾ വിലയുള്ളതാകുന്നു. ഒരു സൗഖ്യം അനുഭവിച്ച വ്യക്തിയോട് ചോദിച്ചാൽ ആ വ്യക്തിന് പറയും, എൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്തതിന് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവാൻ കഴിയത്തില്ല. അതിൻ്റെ വാല്യൂ അത്രത്തോളം ഉണ്ട് എന്ന് പറയും. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. നാം ക്രിസ്തുവിലായിരിക്കുന്നത്, അല്ലെങ്കിൽ ക്രിസ്തു എന്നെ സ്വീകരിച്ചത്, ആ ലൈഫിൽ അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറലായ ഒരു ജീവിതത്തിൽ കർത്താവിൽ നിന്ന് ചിലത് അനുഭവിക്കുന്ന അങ്ങനെ ഒരു ജീവിതത്തിൽ ഞാൻ ആയിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നെ കാണുന്ന രോഗികളായിരിക്കുന്നവർ, അല്ലെങ്കിൽ പ്രയാസം അനുഭവിക്കുന്നവർ, ചിലതിനോട് സ്ട്രഗിൾ ചെയ്യുന്നവർ, നിങ്ങളെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാട്ടെ. നമ്മൾ ഈ കേട്ട സാക്ഷ്യം പോലെ കർത്താവിൻ്റെ അത്ഭുതങ്ങൾ അത് എനിക്കും കൂടെ വേണ്ടി കർത്താവ് തന്നതാണ്. വിശ്വാസത്തോടെ രോഗികളായിരിക്കുന്നവർ രോഗമുള്ള ഭാഗത്തോട്ട് കൈകൾ വെച്ചാട്ടെ. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. കർത്താവേ, അപ്പം എന്നെ കാണുന്ന ഓരോ കുടുംബങ്ങളിലും നിൻ്റെ കൃപ ചലിക്കണമപ്പാ, നിൻ്റെ കൃപ ചലിക്കണമപ്പാ. ഇവരോരോരുത്തരും കർത്താവിനെ അനുഭവിക്കട്ടെ. കാലുകളിൽ നീരായിട്ട്, നാളുകളായിട്ട് കാലിൽ നീരാണ്, അത് വറ്റാത്ത നിമിത്തം കാലിൻ്റെ പഴയ ഷേപ്പ് പോലും മറന്നുപോയി. ആ വിധത്തിലായിരിക്കുന്നൊരു വ്യക്തിയുണ്ട്.
ആമേൻ. കർത്താവെ, നിൻ്റെ പ്രവൃത്തി ആ വ്യക്തിയുടെ മേൽ ചലിക്കണം അപ്പാ. തൻ്റെ ശരീരത്തിലായിരിക്കുന്ന കർത്താവെ ആ രോഗത്തിൽ നിന്ന്, കാലുകളിലെ നീരിൽ നിന്ന് പൂർണ്ണമായൊരു സൗഖ്യം ഇപ്പോൾ അനുഭവിക്കട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ അനുഭവിക്കട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ അനുഭവിക്കട്ടെ അപ്പാ. നിൻ്റെ കൃപ ചലിക്കുന്നതോർത്ത് നന്ദി പറയുന്നു. നീര് വറ്റിപ്പോകട്ടെ. തൻ്റെ ശരീരത്തോട് വാദിക്കുന്ന എല്ലാ ഇരുട്ടിൻ്റെ പ്രവൃത്തികളും നീങ്ങിപ്പോകട്ടെ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. അതേപോലെ തന്നെ ഒരു കാഴ്ച കാണിക്കുകയാണ്. ഒരു ചെറുകിട വ്യവസായം പോലെ തൻ്റെ വീട്ടിൽ ചില സ്റ്റിക്കറുകൾ ഉണ്ടാക്കി ബിസിനസ് ചെയ്യുന്ന ഒരു കുടുംബം. ആ കുടുംബത്തിന്മേൽ കർത്താവിൻ്റെ കൃപ ചലിക്കുകയാണ്. അവരായിരിക്കുന്ന തകർച്ചയിൽ നിന്നും കർത്താവ് അവരെ വിടുവിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആ വീട്ടിലെ കലഹത്തെ കർത്താവ് എടുത്തു കളയുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അപ്പോൾ നിൻ്റെ കൃപ ആ വീട് അനുഭവിക്കട്ടെ അപ്പോൾ. ആ രക്ഷയുടെ സമാധാനത്തിൻ്റെ അനുഭവം ആ വീട്ടിൽ ചലിക്കട്ടെ അപ്പോൾ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നെ കാണുന്ന ഓരോ കുടുംബങ്ങളുടെ മേലും നിൻ്റെ കൃപ ചലിക്കണം അപ്പോൾ. പ്രത്യേകിച്ച് ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. താങ്ക് യു ജീസസ്. എല്ലാ കുടുംബങ്ങളുടെ മേലും അപ്പോൾ അവിടുത്തെ മഹത്വം വസിക്കുന്ന വിധത്തിൽ കർത്താവെ അവരത് അനുഭവിക്കട്ടെ അപ്പം. അവരതിനെ കാണട്ടെ അപ്പം. സ്വർഗീയ പിതാവേ, അവിടുന്ന് ചെയ്ത കൃപകൾക്കായി നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിനായി നന്ദി. താങ്ക് യു ജീസസ്. എല്ലാവിധമായ നന്മകൾ കൊണ്ടും കർത്താവ് നിറയ്ക്കട്ടെ. കർത്താവിൻ്റെ കൃപയിലും നിറവിലും നമുക്കായിരിക്കാം. ഗോഡ് ബ്ലെസ് യു.